പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ നല്ല സന്ധ്യ സമയം മഹിമപ്പെടുമാറാകട്ടെ. വീണ്ടും ഈ ഫേസ്ബുക്ക് ലൈവിൽ ഒരു പ്രാവശ്യം കൂടി നിങ്ങളോടൊപ്പം വരുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കിയതിന് ദൈവനാമത്തിന് സകല മാനവും മഹത്വവും അർപ്പിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യത്തിനകത്ത് ആയിരിക്കുവാൻ, ദൈവത്തിൻ്റെ കൃപയ്ക്കകത്തായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനാ ധ്വനിയുടെ ഈ മാസത്തെ ആ ചിന്താ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവമക്കളാകുന്നു. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വാക്കുകൾ പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നു. എനിക്കറിയില്ല, എനിക്ക് നെറ്റിൻ്റെ കണക്ഷൻ്റെ ഡിലേ ആണോ, പറഞ്ഞ ടൈമിനേക്കാൾ 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. എനിവേ, കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ചിന്താവിഷയം ഇതാണ്: ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവമക്കളാകുന്നു. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവമക്കളാകുന്നു. ഒരു നല്ല ചിന്തയാ. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവമക്കളാ. റോമാലേഖനത്തിലെ 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളാണ്. 8-ാം അധ്യായത്തിലൊരു വചനമാണ്: ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവമക്കളാകുന്നു. എങ്ങനെയാ ആത്മാവ് നമ്മളെ നടത്തുക എന്നറിയുന്നേ? ആത്മാവ് എങ്ങനെയാണ് നടത്തുക എന്നറിയുന്നേ? ഈ മനഃശാസ്ത്രപരമായിട്ട് നമ്മുടെ ശരീരത്തിന് 3 ഭാഗങ്ങളാണ് ഉള്ളത്. മനസ്സ്, അതായത് ബോധമനസ്സ്, ഉപബോധമനസ്സ്, ബോധമനസ്സ്, ഉപബോധമനസ്സ്, അബോധമനസ്സ്. അതിനെങ്ങനെ നമ്മുടെ മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. നമ്മൾ ചിന്തിക്കുന്നതെല്ലാം ബോധമനസ്സിലാണ്. ഞാൻ ഈ സംസാരിക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതും അത് ബോധമനസ്സിലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബോധമനസ്സിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ഉപബോധ മനസ്സ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. ഉപബോധ മനസ്സിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടുള്ള കാര്യം, ഉപബോധ മനസ്സിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത് മുഴുവൻ ഫീഡ് ചെയ്യും. ബോധമനസ്സ് പകുതി കാര്യങ്ങളെ ഫീഡ് ചെയ്യുള്ളൂ, പക്ഷെ ഉപബോധ മനസ്സ് മുഴുവൻ ഫീഡ് ചെയ്യും. നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് കേട്ടുള്ള എല്ലാം ഫീഡ് ചെയ്യും. അൺകോൺഷ്യസ് മൈൻഡിൽ പോലും ഉപബോധ മനസ്സ് ഉറങ്ങുന്നില്ല. ഇത് മനസ്സിൻ്റെ കാര്യം. എന്നാൽ നമ്മുടെ ഈ ബോഡി പാർട്സിനെ, മനസ്സ് കൂടാതെ നമ്മുടെ ശരീരം, ദേഹം, ദേഹി, ആത്മാവ്, ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ ദേഹം, ദേഹി, ആത്മാവ്. നമ്മുടെ ശരീരം ശാസ്ത്രീയ ഭാഷയിൽ പറഞ്ഞാൽ സോമ, സൈക്ക. സോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം, സൈക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ്, പിന്നെ സ്പിരിറ്റ്, ന്യൂമ നമ്മുടെ ആത്മാവ്. ഇങ്ങനെ ഇരിക്കാം. ബൈബിൾ ഭാഷ അത് പറയുന്നത് ദേഹം, ദേഹി, ആത്മാവ് എന്നാണ്. ദേഹം, ദേഹി, ആത്മാവ്. ദേഹം, ദേഹി, ആത്മാവ്. ഈ ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ഇതൊന്ന് ചിന്തിക്കണേ. ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുമ്പോൾ നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്ന, നമ്മളെ ലീഡ് ചെയ്യുന്ന, മുമ്പേ പറഞ്ഞ കാര്യം മറക്കല്ലേ, നമ്മളെ ലീഡ് ചെയ്യുന്ന, നമ്മളെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരമാണോ? ഒന്ന് ചിന്തിച്ചേ. ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ആ വചനത്തിനകത്തേക്ക് വരാം. ഒരു മനുഷ്യൻ കഠിന ഹൃദയനായി ജനിക്കുന്നത്, നമ്മൾ കേൾക്കുന്ന നമ്മുടെ സമൂഹമായിട്ട് കേൾക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ നാട്ടില് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ. ഈ ഇടയിൽ ഏറ്റവും നടന്ന വിവാദമായ ഒരു ജഡ്ജി വിധിച്ച ഒരു തൂക്കുകയർ കൊലപാതകം, അതായത് ഗ്രീഷ്മ എന്ന പെൺകുട്ടി, കൊച്ചു പെൺകുട്ടി, അവള് ഈ ചെറുപ്രായത്തിൽ തൂക്കുകയറിന് വിധിക്കപ്പെട്ടു. ശിക്ഷ നടക്കുകയില്ലോ എന്നുള്ളത് പിന്നത്തെ കാര്യമാണ്. പക്ഷെ ഇപ്പൊ തൂക്കുകയറിന് വിധിക്കപ്പെട്ട ഒരു പെൺകുട്ടി. അപ്പൊ തൂക്കുകയറിന് വിധിക്കപ്പെട്ട ഈ പെൺകുട്ടി, അതിന്റെ കാര്യം എന്ന് പറയുന്നതിന് മുമ്പ് ഷാരോൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കഷായത്തിനകത്ത് തുരിച്ച് ഈ വിഷാംശം കലക്കി കൊന്നുകളഞ്ഞു. ഇഞ്ചിഞ്ചായിട്ട് മരണപ്പെട്ടു എന്നുള്ളതാ. എന്തുകൊണ്ടാണ് അത് നയിക്കപ്പെട്ടത്? അങ്ങനെ നയിക്കപ്പെട്ടത് എന്തുകൊണ്ടാ? നയിക്കപ്പെടാൻ ഒരു കാരണമുണ്ട്. ഇവളെ ലീഡ് ചെയ്യുന്നത് ബുദ്ധിയാ. മുമ്പേ പറഞ്ഞ കോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ, കോൺഷ്യസ് മൈൻഡ്. ഈ ലോകത്തിന്റെ, അതായത് ജഡത്തിന്റെ ചിന്ത എന്ന് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ മുമ്പേ പറഞ്ഞ പോലെ ദേഹം, ദേഹി, ആത്മാവ്, ഇത് 3 ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഒരുപോലെ ഇങ്ങനെ വാഴുന്നുണ്ട്. അതിനകത്ത് ദേഹം എന്ന് പറയുന്ന നമ്മുടെ ബ്രെയിൻ, ഈ ബോധമനസ്സിന്റെ ചിന്ത, അതാണ് ഈ ബൈബിൾ ഭാഷ പറഞ്ഞാൽ ജഡമോഹം എന്നാ പറയുന്നത്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. പഴം കാണുവാൻ നല്ലത്,
ജ്ഞാനം പ്രാപിപ്പാൻ കാൺമയും തിന്മാൻ അഭികാമ്യം. ഇത് മനസ്സിലാക്കി. അതാ. അപ്പൊ ഈ ഈ ഈ ബോധ മനസ്സാണ് നമ്മളെ നയിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു കുറ്റബോധം ഉണ്ടാകത്തില്ല. മനസാക്ഷി എന്ന് പറയുന്നത് ഉണ്ടാകത്തില്ല, കുറ്റബോധം ഉണ്ടാകത്തില്ല. ഈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധ മനസ്സ് ജഡമാണ് നമ്മളെ നയിക്കുന്നതെങ്കിൽ, അതായത് ദൈവാത്മാവ് നയിക്കുന്നവർ ദൈവത്തിലുള്ളവരാ. അപ്പൊ ജഡം നമ്മളെ നയിക്കും. ജഡത്തിനുള്ളവർ ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യുന്നു, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. അപ്പൊ ജഡം നയിക്കുമ്പോഴാണ് നമ്മുടെ ഈ ശരീരം ലീഡ് ചെയ്യുന്നത്. ശരീരം നമ്മളെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്കിഷ്ടമുള്ളതെല്ലാം ചെയ്യും. ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ കഷായം ഗ്രീഷ്മ അങ്ങനെ അറിയപ്പെടാൻ കാരണം എന്ന് പറഞ്ഞ് കഷായം കലക്കി കൊടുക്കും. ജീവിക്കണം, ജീവനത്തിന്റെ പ്രതാപം, അത് നന്നായിട്ട് ജീവിക്കണം, നല്ല ചെറുക്കനുമായിട്ട് നല്ലതായിട്ട് ജീവിക്കണം, മറ്റവനെ ഒഴിവാക്കണം. ഇങ്ങനെ കുറ്റം ചെയ്യാൻ, ഏത് തിന്മയും ചെയ്യാൻ യാതൊരു മടിയുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് ഈ പറയുന്നത്. ഹല്ലേലൂയ. ഒരു മടിയുമില്ലാതെ ഒരു തിന്മ ചെയ്യാൻ ഒരു മടിയുമില്ലാതെ മുന്നോട്ട് പോകുന്ന, അതാണ് ജഡം നയിക്കുക എന്ന് പറയും. ജഡം നയിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത്. നമ്മുടെ ബുദ്ധിപരമായ ലോജിക്കാണ് നമ്മളെ നയിക്കുന്നത്. രണ്ടാമത്തേത് ഉപബോധ മനസ്സ്. അതിൻ്റെ ഒരു ചിന്ത ദേഹി എന്നാ പറയുന്നത്. ദേഹിക്ക് നമ്മുടെ മൈൻഡും നമ്മുടെ ചിന്താമണ്ഡലവും നമ്മുടെ ആ കണക്കൂട്ടിലും ഇതിൽ നമ്മൾ വരുന്ന ഘട്ടമെന്ന് പറയാം. ദേഹി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് റോളില്ല. മൂന്നാമത്തേതാണ് സ്പിരിറ്റ് എന്ന് പറയുന്നത്, ആത്മാവ്. ആത്മാവ് എന്ന് എപ്പോഴും ചിന്തിക്കുന്നത്, അത് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ സ്വർഗത്തെക്കുറിച്ചും യേശു കർത്താവിനെ കുറിച്ചും നിത്യജീവനെ കുറിച്ചും ചിന്തിക്കും. രക്ഷിക്കപ്പെടാത്ത വ്യക്തിയാണെങ്കിൽ പോലും നമ്മൾ ലോകത്തെ പറയും മനസാക്ഷി എന്ന് പറയും. റോമാലേഖനം തുടങ്ങുമ്പോൾ പറയുന്ന പോലെ മനസാക്ഷി എന്ന് പറയും. ഈ മനസാക്ഷിയാണ് നമ്മളെ നയിക്കുന്നത്. മനസാക്ഷി നയിക്കും. അപ്പം മനസാക്ഷി എങ്ങനെയാ നയിക്കുന്നത്? മനസാക്ഷി പറയും, ഇവൻ ഒരു തെറ്റ് ചെയ്യാൻ വരുമ്പം രക്ഷിക്കപ്പെടാത്ത ഒരാളെന്നിരിക്കട്ടെ, ഇത് പാപമാണ്, ഇത് തെറ്റാണ് എന്ന് മനസാക്ഷി ഓർമ്മിപ്പിക്കും. മനസാക്ഷി മരവിച്ചു പോകുന്നവരെ ഇത് ഓർമ്മിപ്പിക്കും. ഹല്ലേലൂയ. ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ആത്മാവ് പറയും, നോ, ഇറ്റ് ഈസ് നോട്ട് ഫോർ യു, ഇത് നിനക്ക് പറ്റുന്ന വഴിയല്ല. ദിസ് വേ ഈസ് നോട്ട് ഗുഡ് ഫോർ യു, ഇത് നിന്റെ വഴിയല്ല. ആത്മാവ് തടയും. അതുകൊണ്ട് ഈ ആത്മാവ് ചിന്തിക്കുന്നത് സ്വർഗത്തിന് വേണ്ടി ചിന്തിക്കുന്നത്. ഈ ആത്മാവിന്റെ ചിന്തയും ജഡത്തിന്റെ ചിന്തയുമായിട്ട് യോജിച്ചു പോകത്തില്ല. പറഞ്ഞ ആ ഭാഗം അതുപോലെ മനസ്സിലാക്കണം. ദേഹം, ദേഹി, ആത്മാവ്, ജഡം, നമ്മുടെ ജഡം, ആത്മാവ്, ഇതിനിടയ്ക്കുള്ള നമ്മുടെ ദേഹി, ചിന്താമണ്ഡലം, മൈൻഡ്. അപ്പൊ ആത്മാവും ജഡവും ഒരുമിച്ച് പോകത്തില്ല. ജഡം ചിന്തിക്കുമ്പോൾ ജഡം നമ്മുടെ ശരീരത്തെ, മുഴുവൻ നമ്മളെ ഡോമൈൻ ചെയ്യുന്നത്, നമ്മളെ ഭരിക്കുന്നത് ജഡമായിരിക്കും. അപ്പൊ ജഡം നയിച്ചു കഴിയുമ്പോൾ സ്പിരിറ്റിനെ ഒതുക്കിയിട്ട് ജഡം നയിക്കും. ജഡം നയിക്കുമ്പോൾ പിന്നെ നമുക്ക് ആത്മാവിന് റോളില്ല. ആത്മാവ് ഒതുങ്ങും. പിന്നെ എന്താണെന്നറിയാമോ? പിന്നെ നമ്മുടെ ഈ ശരീരം, നമ്മുടെ മനസാക്ഷി അങ്ങ് നീങ്ങും. ഇതിനകത്ത് മൈൻഡ് ജഡം പറയുന്ന പോലെ കേൾക്കും. അപ്പൊ ഈ ലോകത്തിലേക്കും തിന്മ പ്രവൃത്തിയിലേക്കും മറ്റുള്ളതിലേക്കൊക്കെ പോകാനായിട്ട് ഇടയാകും. എന്നാൽ നിങ്ങൾ ചിന്തിക്കണം, തിരിച്ചു ചിന്തിക്കണം. നമ്മുടെ ആത്മാവാണ് നമ്മളെ നയിക്കുന്നതെങ്കിൽ ജഡം താഴേക്ക് വരും. അപ്പൊ ജഡത്തിനൊരു ചിന്ത തോന്നിയാൽ പോലും, ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നിയാലും ആത്മാവ് സമ്മതിക്കുന്നത്. ആത്മാവ് പറയും ഇറ്റ് ഈസ് റോങ്, അത് തെറ്റാണെന്ന് പറയും. ആത്മാവ് ഭരിക്കും. ആത്മാവ് ഇങ്ങനെ നയിക്കുമ്പം ആത്മാവ് എപ്പോഴും ദൈവത്തിന് വേണ്ടി ചിന്തിക്കുന്നത്, സ്വർഗത്തിന് വേണ്ടി ചിന്തിക്കുന്നത്, തെറ്റിലേക്ക് വേണ്ടി നടക്കത്തില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ, ആത്മാവ് ദൈവാത്മാവായിട്ട് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ എന്നെ കേൾക്കുമ്പോൾ ആത്മാവ് ദൈവാത്മാവുമായിട്ട് കൂടിയിട്ട് അവിടെ യേശു കർത്താവ് പറയുന്ന സ്വർഗത്തിലുള്ളത് ചിന്തിക്കും. ഈ ലോകത്തിലുള്ളതിന് അതിനെ ഒതുക്കും. അതിനെ ഉടക്കിയിട്ട് ജഡത്തെ ഒതുക്കും, ജഡത്തിന്റെ ചിന്തകളെ ഒതുക്കും. ദൈവത്തിന് വിരോധമായി ഉയർന്നു പൊങ്ങുന്ന സകല ചിന്തകളെയും വിചാരങ്ങളെയും പിടിച്ചൊതുക്കി നിത്യജീവനായിട്ട് ചിന്തിക്കും ആത്മാവ്. അപ്പൊ ആത്മാവ് ചിന്തിക്കുമ്പം നമ്മുടെ മൈൻഡ് അതിൻ്റെ കൂടെ കൂടും. ഇത് രണ്ടും കൂടിയിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ആത്മാവ് മൈൻഡിലൂടെ കൂടി കഴിയുമ്പോൾ ജഡത്തെ ഭരിക്കും. അപ്പൊ ഇപ്പം നയിക്കുന്നതെന്നറിയുമ്പോൾ ആത്മാവാണ് നമ്മളെ നയിക്കുന്നത്. ആത്മാവ് നയിക്കുമ്പോൾ ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ആത്മാവിനെ ശോധന ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആത്മാവ് ദൈവാത്മാവായിട്ട് കൂടും. അപ്പൊ ഈ ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡം, പിന്നെ ഈ മൈൻഡ്, നമ്മുടെ മനസ്സ്, പിന്നെ പറയുന്ന ആത്മാവിനെ കൂട്ടി ഭരിക്കാനായിട്ട് വിടണം. ആത്മാവിനെ ഭരിക്കാൻ വിടുമ്പം മനസ്സാത്മാവിന്റെ കൂടെ ലീഡ് ചെയ്യപ്പെടുന്ന പരിശുദ്ധാത്മാവായിരിക്കും. നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവായിട്ട് ചേർന്ന് ലീഡ് ചെയ്യുമ്പം അയാളെ നമ്മൾ പറയും ദൈവഭക്തൻ.
ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യനുണ്ട്. ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞു ഇയ്യോബ് ഊശേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള മനുഷ്യനുണ്ടായിരുന്നു. നിഷ്കളങ്കനെ നേരിടുള്ളവനും ദോഷം വിട്ട് അകലുന്നവനുമായിരുന്നു. ദോഷം വിട്ട് അകലാൻ കാരണമായിരിക്കുന്ന അവൻ ആത്മാവ് നയിക്കുന്നുണ്ടാ. ഹല്ലേലൂയ. പൗലോസിനെ നയിക്കുന്ന ആത്മാവാ, ഇരുന്നത് ആത്മാവാ. ഇതാ പരിശുദ്ധ ആത്മാവ് നയിക്കുന്ന ഏവരും ദൈവത്തിനുള്ളവരാ. ആത്മാവ് നയിക്കുന്ന ഏവരും, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവമക്കളാ. ഇവരെ ഇതുകൊണ്ടാണ് നമ്മോട് പറയുന്നത് ഇവര് ദൈവമക്കനാണ്. അവനെ കാണുമ്പോൾ അറിയാം ദൈവമകനാണെന്ന്. അവനെ കാണുമ്പോൾ അറിയാം ആത്മാവാണ് നയിക്കുന്ന ദൈവമകനാണെന്ന്. ഞാൻ പുസ്തകത്തിൽ തിരുവനന്തപുരത്തിൽ നിന്ന് ഒരു ഉദാഹരണത്തിൽ അത് വ്യക്തമാക്കാം. ഈ നമ്മുടെ ജഡത്തിന്റെ പ്രാർത്ഥനയുണ്ട്, ആത്മാവിന്റെ പ്രാർത്ഥനയുണ്ട്. ജഡത്തിന് സുഖം വേണ്ടിയ പ്രാർത്ഥനകളാണ് ജഡം എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, സുഖം വേണ്ടിയ പ്രാർത്ഥനകൾ. ഇപ്പൊ നമ്മുടെ ഈ ചർച്ചകളിലൊക്കെ കേൾക്കുന്ന മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ എന്താ പറയുക, മുച്ചിട്ട് കളിക്കാരൻ പറയുന്ന പോലെ ഇവിടെ വാ, അത് വെച്ചാൽ ഇത് കിട്ടും, അത് വെച്ചാൽ ഇത് കിട്ടും, ഇങ്ങനെയല്ലേ കേൾക്കുന്നേ. ഇതങ്ങോട്ട് വെക്ക, അത് വെച്ചാൽ ഇത് കിട്ടും, 100 കൊടുത്ത 1000 കിട്ടും. അത് ദൈവാനുഗ്രഹമൊന്നും ഇല്ലെന്നല്ല, അതൊക്കെ ഉണ്ട്. പക്ഷെ അതിനകത്തൊരു ഒരു 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 ദൈവവചന പഠനം മറ്റൊന്നാ. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഈ ദൈവസന്നിധിയിലേക്ക് ഒരുവൻ വരുമ്പോ പ്രാർത്ഥിക്കുന്നത് ആത്മാവിന് വേണ്ടിയാകും. ഒന്നുകൂടി എടുത്തു പറയാം. ഈ പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥന ഉണ്ടല്ലോ, പുതിയ നിയമത്തിലെ പ്രാർത്ഥന ആദ്യം പറയാം. പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥന ഉണ്ട്. ഒരിക്കൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ എന്റെ ജഡത്തിലെ ശൂലം നീങ്ങിപ്പോകാൻ ഞാൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. അപ്പോ ആ പ്രാർത്ഥനയെ കൊണ്ട് ഭാഗത്തേക്ക് ഒന്ന് വന്നേ. ഒന്നാമത്തെ പ്രാർത്ഥന, ദൈവമേ എന്റെ ഈ ജഡത്തിലെ ശൂലം നീങ്ങിപ്പോകണേ എന്ന് പറഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു. അപ്പൊ കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോ കർത്താവ് പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തില്ല. പ്രാർത്ഥനയുടെ റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞുമില്ല. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം. പ്രാർത്ഥനയ്ക്ക് 3 മറുപടിയുണ്ട്. മറുപടിയില്ലാത്ത പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. പക്ഷെ മറുപടി എന്താണെന്നറിയാമോ? ഒന്നെങ്കിൽ പ്രാർത്ഥനയുടെ മറുപടി യെസ് എന്നായിരിക്കും, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ മറുപടി നോ എന്നായിരിക്കും, ഇല്ലെങ്കിൽ മൂന്നാമതൊരു മറുപടി ഉണ്ട്, വെയിറ്റ്. യെസ് ഓർ വെയിറ്റ്, യെസ് ഓർ നോ ഓർ വെയിറ്റ്. ഇത് 3 മറുപടികളുണ്ട്. ഹല്ലേലൂയ. ഒന്നെങ്കിൽ പ്രാർത്ഥനയുടെ മറുപടി യെസ് എന്ന, അല്ലെങ്കിൽ നോ എന്ന, അല്ലെങ്കിൽ വെയിറ്റ് എന്ന. ശ്രദ്ധിച്ചേ. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ ഒന്നാമത്തെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, മറുപടി കിട്ടിയില്ല. അപ്പൊ പൗലോസിന് മനസ്സിലായി യേശുവില്ല, നോയുമില്ല, വെയിറ്റ്. വീണ്ടും പ്രാർത്ഥിച്ചു. അപ്പോഴും മറുപടി കിട്ടിയില്ല. യേശും കിട്ടിയില്ല, നോയും കിട്ടിയില്ല. അപ്പൊ വീണ്ടും മനസ്സിലായി വെയിറ്റ്. മൂന്നാമത് വീണ്ടും പൗലോസ് പ്രാർത്ഥിക്കുന്ന ജഡത്തിലെ എന്റെ ശൂലം മാറണേ. ഇത് സംശയമില്ലല്ലോ. ജഡവുമായിട്ട് ബന്ധപ്പെട്ട്, ലോകവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ശരീരത്തിൽ എന്തോ ബൈബിള് തിരുവനന്തപുരത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടില്ല, എന്താ പ്രോബ്ലം എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതിയിട്ടില്ല. പക്ഷേ ഈ ജഡത്തിനകത്തെ, ശരീരത്തിനകത്തെ വേദന മാറാനാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ജഡത്തിലെ ശൂലം മാറാനാ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴും പൗലോസിന് മറുപടി കിട്ടി. പക്ഷെ പ്രാർത്ഥനയുടെ പൗലോസ് പ്രതീക്ഷിച്ച ഉത്തരമായിരുന്നില്ല. ശ്രദ്ധിക്കണേ, പൗലോസിന് മറുപടി കിട്ടി, ഉത്തരം കർത്താവിന്റെ സന്നിധിയിൽ നിന്നു. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ പ്രതീക്ഷിച്ച ആ പ്രാർത്ഥനയുടെ മറുപടി ആയിരുന്നില്ല. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, കർത്താവേ എന്റെ ജഡത്തിലെ ശൂലം മാറ്റണമേ. കർത്താവ് മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞത്, മോനെ എന്റെ കൃപ നിനക്ക് മതി. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തി ഞാൻ നിലമേൽ പകരുക. അതെന്താ റീസൺ അറിയത്തില്ല അല്ലേ? റീസൺ എന്താ കർത്താവ് അങ്ങനെ പറഞ്ഞ അതറിയില്ല. പക്ഷെ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്താൻ ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. അത് സാത്താന്റെ ദൂതനെ വിട്ടിരിക്കുന്നു. ജഡത്തിൽ എന്നെ കുത്താൻ ഒരു ശൂലം തന്നിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥനയുടെ മറുപടി കിട്ടിയോ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം വന്നു. ഉത്തരം ഇത് എന്റെ ശരീരത്തിലെ ശൂലം മാറണം. പക്ഷെ കർത്താവ് പറഞ്ഞു, ഇത് മാറുന്നില്ല കുഞ്ഞെ, ഇത് മാറുന്നില്ല. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് നിന്നെ കുത്താൻ സാത്താന്റെ ദൂതനെ ഒരു ശൂലം തന്നിരിക്കുക. ആരാ ഈ വ്യക്തി എന്ന് ഓർക്കണം. പ്രസംഗിച്ചു പ്രാർത്ഥന നീട്ടിയപ്പം മേളിൽ തട്ടുംപുറത്ത് നിന്ന് പ്രസംഗം കേട്ടോണ്ടിരുന്ന പാതിരാവരെ പ്രസംഗം നീട്ടിയപ്പോ തട്ടുംപുറത്ത് പ്രസംഗം കേട്ടോണ്ടിരുന്ന ഒരുവൻ താഴെ വീട് കഴുത്തൊടിഞ്ഞ് ചത്തുപോയപ്പോ അവനെ മരിച്ചയാളെ ജീവിപ്പിച്ചയാളെ ഈ പൗലോസ്.
പൗലോസിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടായില്ല. അപ്പൊ ഈ വാക്ക് ചേർത്ത് പഠിക്കണം. നമ്മൾ ഉപരിവിപ്ലവമായിട്ട് കേട്ടുപോകുന്നതല്ല കുഞ്ഞുങ്ങളെ, തിരിച്ചു പഠിക്കണം. തിരിച്ചു ദൈവവചനം എന്താ പറയുന്നത് പഠിക്കണം. വചനം പറയുന്നത് എന്താണെന്നറിയോ? പ്രാർത്ഥനയ്ക്ക് യെസ്, നോ ഓർ വെയിറ്റ്. ഈ മൂന്നാമത്തെ പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പം ഉത്തരമുണ്ടായി, മറുപടി ഉണ്ടായി. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്ന മറുപടി ആയിരുന്നില്ല. ഈ വചനം ഇത് കേട്ടോണ്ടിരിക്കുമ്പം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഇക്കിളിപ്പെടുത്തുന്ന ഒരു സുഖിപ്പിക്കുന്ന മെസ്സേജ് ആയിരിക്കത്തില്ല. പക്ഷെ ഒരാളെങ്കിലും കേട്ടാൽ ഇതിനൊരു മാനസാന്തരം ഉണ്ടാകും. പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് എന്താണെന്നറിയോ? പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നിട്ട് പറയുക, എന്റെ കൃപ നിനക്ക് മതി. കൃപയാണോ പ്രാർത്ഥനയുടെ പൗലോസ് ആഗ്രഹിക്കുന്ന മറുപടിയാണോ വേണ്ടേ? ആദ്യം പറഞ്ഞ് എനിക്ക് മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞ് എന്റെ ശൂലം മാറ്റം ഇല്ല, നിന്റെ കൃപ നിനക്ക് മതി. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തി. ഹല്ലേലൂയ. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തി. എന്റെ കൃപ നിനക്ക് മതി. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയുടെ ആ ഡീപ്നെസ്സിലേക്ക് ഒന്നുകൂടെ വന്നേ. ഏലിയാവ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഏലിയാവ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിങ്ങനെ നമ്മുടെ വചനത്തിനകത്തേക്ക് പോട്ടെ, നമ്മുടെ ചിന്ത വിട്ടുകളായിരുന്നു. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പൊ ഈ പൗലോസ് അപ്പോസ്തലൻ മൂന്നാമത്തെ പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോ പൗലോസിന്റെ മറുപടിയല്ല, ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു മറുപടി കൊടുത്തു. ദൈവത്തിന് ഇഷ്ടമുള്ള മറുപടി. പൗലോസ് അതുമായിട്ട് പൊരുത്തപ്പെട്ടു. ഇന്നാണെങ്കിൽ നമ്മൾ സമ്മതിക്കത്തില്ല അല്ലേ? ഇന്നാണെങ്കിൽ ഈ പ്രാർത്ഥന മറുപടി കൊണ്ട് തൃപ്തിപ്പെടുത്തില്ല. ഇല്ല, അവിടുത്തെ പാസ്റ്റർ ഇതല്ല, നിനക്ക് മറ്റേ മറുപടി തന്നെ വരും. ഇല്ലെന്നേ. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവമക്കളാണ്. ഹല്ലേലൂയ. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവമക്കളാണ്. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ ദൈവമകനായതുകൊണ്ട് ആ മറുപടി കിട്ടി, തൃപ്തിപ്പെട്ടു. ഏലിയാവിലേക്കൊന്ന് വന്നേ. ദൈവത്തിന്റെ ആസന, ദൈവത്തിന്റെ ആത്മാവുള്ള മനുഷ്യനാ. കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഒരു തീ പാറുന്ന ഒരു പ്രവാചകനാ പഴയ നിയമത്തില. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുണ്ട്. ഒരു പ്രാർത്ഥന നമ്മുടെ ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവമക്കളാ. ഒരു പ്രാർത്ഥന കർമ്മേലിന്റെ മേളിൽ കയറിയ ഒരു പ്രാർത്ഥനയാ. തീ ഇറക്കാനുള്ള ഒരു പ്രാർത്ഥന. തീ ഇറക്കാനുള്ള പ്രാർത്ഥനയ്ക്കകത്ത് ഒരു പ്രാർത്ഥന, കർത്താവേ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി ഈ യാഗം ദഹിപ്പിക്കണമേ. ഞാൻ നിന്റെ ദാസനാണെന്നും ഈ കാര്യങ്ങളൊക്കെ നീ പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്നും ജീവിക്കുന്നൊരു ദൈവമുണ്ട് എന്ന് അറിയുവാൻ തക്കവണ്ണം ആകാശത്ത് നിന്ന് തീ ഇറങ്ങി യാഗം ദഹിപ്പിക്കണമേ. ദഹിപ്പിച്ചോ? ഒരൊറ്റ ആ പ്രാർത്ഥന ഒന്ന് എടുത്തു നോക്കിയാലേ 30 സെക്കൻഡ് താഴെയുള്ളൂ പ്രാർത്ഥന. 30 സെക്കൻഡ് താഴെയുള്ളൂ. 30 സെക്കൻഡ് താഴെയുള്ള ഒരു പ്രാർത്ഥനയ്ക്കകത്ത് ദൈവപ്രവൃത്തി അടയ്ക്കുക. ആകാശത്ത് തീ ഇറങ്ങി യാഗം ദഹിപ്പിച്ചു. ഈ മനുഷ്യന്റെ രണ്ടാമത്തെ പ്രാർത്ഥന മഴ പെയ്യിപ്പിക്കാനാ. എത്ര സമയം പ്രാർത്ഥിച്ചെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ അവിടെ എഴുതിയിട്ടുണ്ട് 6 പ്രാവശ്യം ബാല്യക്കാരൻ പോയി നോക്കി. നമുക്ക് മനസ്സിലാകാത്ത കാര്യം, ഈ 6 പ്രാവശ്യം പോയി നോക്കിയപ്പോഴും മടുത്തുപോയില്ല. 7ാമത്തെ പ്രാവശ്യം വീണ്ടും പോയി നോക്കി. ഈ കർമ്മേലിന്റെ മുകളിൽ നിന്ന് കടലി വരെ കുതിരപ്പുറത്ത് പോണേ ഏകദേശം 2 മണിക്കൂർ ദൂരം എടുക്കും പോയി തിരിച്ചു വരണമെങ്കിൽ. അപ്പൊ എത്ര മണിക്കൂർ എടുത്ത് കാണും? അത് ഇരിക്കുന്ന ഇരിപ്പോ തലയൊക്കെ ഈ മുട്ടുകാലിന്റെ ഇടയ്ക്ക് വെച്ച് നെറ്റി കൊണ്ട് നിലത്ത് കുത്തി ഒരിരിപ്പാ. അങ്ങനെ ഈ പ്രാർത്ഥിക്കുന്നേ പ്രസവവേദനപ്പെട്ട ഒരു പ്രാർത്ഥന. പണ്ടത്തെ കാലത്ത് ഒരു പുസ്തകത്തെ ഞാൻ ഇങ്ങനെ വായിച്ചു. പണ്ടത്തെ കാലത്ത് ഈ സൂതികർമ്മിണികൾ, നമ്മുടെ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് ശുപ്ര, പൂവ തുടങ്ങിയ സൂതികർമ്മിണികൾ പ്രസവിക്കാൻ വേണ്ടി അന്ന് നമ്മുടെ കാലത്ത് ഈ ഹോസ്പിറ്റലും ഡോക്ടറും ലേബർ റൂമും ഇങ്ങനെയൊക്കെ കേൾക്കുന്നതിന് മുമ്പ്, അതൊക്കെ കേൾക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നൊരു സംവിധാനം ഉണ്ടല്ലോ. ഈ സൂതികർമ്മിണികൾ വരുമായിരുന്നു പ്രസവം എടുക്കുന്ന ആളുകൾ. അവർ പ്രസവിപ്പിക്കാൻ വേണ്ടി ഇരുത്തുന്ന ഒരു സംവിധാനമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ പ്രസവവേദനപ്പെട്ട അദ്ദേഹം പ്രാർത്ഥിച്ചത്. എത്ര സമയം പ്രാർത്ഥിച്ചു? അപ്പൊ ഒരു ചോദ്യം, മുമ്പേ പ്രാർത്ഥിച്ചപ്പോൾ 30 സെക്കൻഡിന്റെ പ്രാർത്ഥനയ്ക്ക് തീ ഇറക്കിയ ദൈവം, ആ ദൈവത്തോടല്ലേ പ്രാർത്ഥിക്കുന്നത്? അതെ. പക്ഷെ ഇത് വേദനപ്പെട്ട് പ്രാർത്ഥിക്കണം. ഒരു ദേശത്തിന് വിടുതൽ മുഴുവനാണ് ഉണ്ടാകാൻ പോകുന്നത്. വേദനപ്പെട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന. ഹല്ലേലൂയ. വേദനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ഗ്ലോറി ടു ഗോഡ്. നിന്റെ ചില പ്രാർത്ഥനകൾക്ക് മറുപടി വേഗം കിട്ടിയില്ല, മടുത്തു പോയത്. വാഗ്ദത്തം നിനക്കുണ്ടോ? മഴ പെയ്യിക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഏലിയാവിനോട് പറഞ്ഞിട്ടുണ്ട്, ഏലിയ വിരുന്ന് പ്രാർത്ഥിക്കുക. എഴുന്നേറ്റ് പോകത്തില്ല അവിടുന്ന്, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ.
ഏലിയാവിരുന്ന് പ്രാർത്ഥിക്കുക മഴ പെയ്യുന്നത് വരെ. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. മഴ പെയ്യുന്നത് വരെ. കുഞ്ഞെ, നിനക്ക് പ്രാർത്ഥനയ്ക്ക് ദൈവം തമ്പുരാൻ പ്രാർത്ഥനയ്ക്ക് ഒരു നിയോഗം തന്നിട്ട് ദേശത്തിന് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ആത്മാവിൽ ഒരു വസ്തുത പറയട്ടെ. ആത്മാവിൽ നീ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നിനക്ക് കിട്ടിയ നിയോഗം, നിന്റെ വാഗ്ദത്തം നിവർത്തിക്കും. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ആ വാഗ്ദത്തം വചനം അത് മാറിപ്പോകത്തില്ല. നിന്റെ വാഗ്ദത്തം നിവർത്തിക്കും. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത, അപ്പൊ ഒന്നാമത്തെ പ്രാർത്ഥന 30 സെക്കൻഡ്, രണ്ടാമത്തെ പ്രാർത്ഥന ഒരു 10-12 മണിക്കൂറുള്ള പ്രാർത്ഥന. മറുപടി കിട്ടി. മൂന്നാമതൊരു പ്രാർത്ഥന, അത് അത്രയും പ്രാർത്ഥനകളല്ല, പക്ഷേ ഈ സമയക്കുറവുകൊണ്ട് പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് ഒരു ലൈവ് മെസ്സേജ് ആണല്ലോ, അതുകൊണ്ട് ഞാൻ വേഗം നിർത്താം. മൂന്നാമത്തെ പ്രാർത്ഥന ചൂരച്ചെടിയുടെ താഴെ കിടന്നൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥന ചൂരച്ചെടിയുടെ താഴെയാ. കർത്താവേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും ശ്രേഷ്ഠനല്ല, എൻ്റെ ആത്മാവിനെ അങ്ങ് എടുത്തോണേ. ഇതാ പ്രാർത്ഥന. ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും ശ്രേഷ്ഠനല്ല, എൻ്റെ ആത്മാവിനെ അങ്ങ് എടുത്തോണേ. ഇതാ പ്രാർത്ഥന. ഹല്ലേലൂയ. ആ പ്രാർത്ഥന സ്വർഗം കേട്ടോ. ഈ ജഡത്തിന് സഹിക്കാൻ പറ്റാതായപ്പം ജഡത്തിന്റെ പ്രാർത്ഥനയാ. ഒരു സ്ത്രീ ഇസബേൽ ശക്തിയുടെ ഭീഷണിക്ക് മുമ്പിൽ കേട്ട ഒരു പ്രാർത്ഥനയാത്. നാളെ ഈ നേരത്ത് നിന്റെ തല ഉരുളും. അവള് കൊല്ലാതിരിക്കാൻ വേണ്ടി, ഇസബേൽ ശക്തി തകർക്കാതിരിക്കാൻ വേണ്ടി ചൂരച്ചെടിയുടെ താഴെ വന്നിട്ടൊരു പ്രാർത്ഥനയാ. എന്നെ അങ്ങ് എടുത്തോണേ. പ്രാർത്ഥന തമ്പുരാൻ കേട്ടോ? കേട്ടില്ല. അപ്പൊ ഈ ഭാഗത്തേക്ക് വന്നേ, വായിച്ചു വാക്ക്. ദൈവാത്മാവ് നടത്തുന്നവരും ദൈവത്തിനുള്ളവരാകുന്നു. നമ്മളെ ദൈവാത്മാവ് നടത്തുന്നവർ ദൈവമക്കളാകുന്നു. നോക്കിക്കേ. അപ്പൊ ഏലിയാവെന്ന് പറയുന്നത് ദൈവഭക്തനെന്നോ ദൈവത്തിന്റെ മകനെന്നോ ദൈവത്തിന്റെ പ്രവാചകനെന്ന് വിളിക്കാം. ഈ ഇദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന സ്വർഗത്തിലേക്ക് എത്തി. എന്റെ ഭാഷയിലാണ് പറയുന്നത്, സ്വർഗത്തിലേക്ക് എത്തി. സ്വർഗം ഇങ്ങനെ കൗൺസിൽ കൂടി പ്രാർത്ഥന ഉയരത്തിലേക്ക് വരിക. പ്രാർത്ഥനയുടെ വാചകം ഇതാ, എന്റെ പ്രാർത്ഥന എടുക്കണേ. എന്താ പ്രശ്നം? ഇവന് ജീവിക്കാൻ പറ്റാത്ത ഞെരുക്കുന്ന സ്ഥിതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. അത് ആത്മാവിലുള്ള പ്രാർത്ഥനയാണോ അറിയില്ല, പക്ഷെ ഇവൻ പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന ജഡത്തിലുള്ള പ്രാർത്ഥനയാണ്. ശ്രദ്ധിക്കണേ, ജഡത്തിൽ പ്രാർത്ഥനയുണ്ട്, ആത്മാവിൽ പ്രാർത്ഥനയുണ്ട്. ആത്മാവിലെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, പക്ഷെ ജഡത്തിലെ പ്രാർത്ഥന ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പം എൻ്റെ ഭാവനയല്ല, എൻ്റെ ഒരു ചിന്തയല്ല പറയുന്നത്. ഈ പ്രാർത്ഥന സ്വർഗത്തിലോട്ടെത്തി. ഒരു ദൂതൻ നിന്നിട്ട് പ്രാർത്ഥന എടുത്ത് ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു, കർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്തു, ഇങ്ങനെ കൊടുത്തു. അപ്പോൾ ആ പ്രാർത്ഥന ഒന്ന് അനലൈസ് ചെയ്തപ്പം ഭക്തൻ വിളിക്കുക, കാര്യം എന്താ? അത്രേ ഉള്ളൂ, മതി, ജീവിക്കാൻ ഇനി പറ്റുന്നില്ല, മതി, മടുത്തു. അപ്പോ അങ്ങനെ പറയുമ്പോണ്ടല്ലോ, ഈ സ്വർഗം പറഞ്ഞു, ഇല്ല, വെയിറ്റ്. സ്വർഗം ഇതിൻ്റെ നമ്മുടെ ഭാവി ഇരിപ്പുണ്ടല്ലോ സ്വർഗത്തില്. അവൻ്റെ ഭാവി നമ്മുടെ ഇത് എടുത്തു നോക്കിയപ്പം അവിടെ അഗ്നിമയങ്ങളായ രഥങ്ങളും കുതിരകളും റെഡിയായിട്ട് നിൽക്കുക. ഇയാള് ഉടലോടെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഏലിയാവിനെ. ഈ മനുഷ്യൻ ആ ചൂരച്ചെടിയുടെ താഴെ കിടന്നുകൊണ്ട് പറഞ്ഞേ, കർത്താവേ മതി, എൻ്റെ പ്രാണനെ എടുത്തോണേന്ന്. ഇപ്പൊ പറഞ്ഞു, വെയിറ്റ്, ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കണ്ട. നോ, ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കണ്ട. മറ്റേ 30 സെക്കൻഡ് പ്രാർത്ഥന, 30 സെക്കൻഡിന് ആകാശത്ത് തീ മറുപടി കൊടുത്തു. മറ്റേ 10-12 മണിക്കൂർ കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചപ്പോൾ അതിന് മറുപടി കൊടുത്തു. ഇവിടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. ആത്മാവിൽ പ്രാർത്ഥനയുണ്ട്, ജഡത്തിന്റെ പ്രാർത്ഥന. അവന്റെ ജഡത്തിന്റെ ആ തിക്നെസ് കൊണ്ട്, ജഡത്തിന് വഹിക്കാൻ പറ്റാത്തുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കേണ്ടത്. ചിലപ്പോഴൊക്കെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്ത എന്താണെന്നറിയാമോ? പ്രാർത്ഥന ജഡത്തില അല്ല. ദൈവം തമ്പുരാൻ നിന്നെക്കുറിച്ച് മറ്റൊരു പദ്ധതിയുണ്ട്. നീ ഏണസ്റ്റായിട്ട് പ്രാർത്ഥിച്ചിട്ടും കുഞ്ഞെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് നിന്റെ ആഗ്രഹിക്കുന്ന മറുപടി കിട്ടുന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ പറയട്ടെ, നീ പ്രതീക്ഷിക്കാത്തൊരു മറുപടി കർത്താവ് നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നീ കാണാത്തൊരു മറുപടി, നീ അറിയാത്തൊരു മറുപടി കർത്താവ് നിനക്ക് വേണ്ടി കരുതി. ഒത്തിരി തിരുവചനത്തിന് ഒത്തിരി ഉദാഹരണം പറയാൻ താല്പര്യമുണ്ട്. നമ്മൾ ഭക്തന്മാരുടെ എല്ലാവരുടെയും ജീവിതം പരിശോധിച്ചാൽ തന്നെയാണ് കാണാം. ഇത് തമ്പുരാൻ പറഞ്ഞിട്ടില്ല, തമ്പുരാൻ ഒന്നും പറയത്തില്ല, കുഞ്ഞ ഇങ്ങനെയാണെന്ന് പറയത്തില്ല, പക്ഷേ നിന്നെ പഠിപ്പിക്കും. അപ്പോൾ ആത്മാവിലൊരു പ്രാർത്ഥനയുണ്ട്, ജഡത്തിലെ പ്രാർത്ഥനയുണ്ട്. ജഡത്തിൽ പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും ശ്രേഷ്ഠനല്ല, എൻ്റെ ആത്മാവിനെ എടുത്തോണേ. പക്ഷെ ആത്മാവിൻ്റെ ചിന്ത പറഞ്ഞു. അപ്പോൾ ആത്മാവ് എന്ത് പ്രാർത്ഥിച്ചാണെന്നറിയാമോ? ജഡം പുറത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവ് പറഞ്ഞു, ദൈവമേ ഈ പ്രാർത്ഥന കേൾക്കണ്ട, ഈ മനുഷ്യൻ്റെ ഈ പ്രാർത്ഥന കേൾക്കണ്ട. കാരണം ഇവനെക്കുറിച്ച് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ആത്മാവിനെ വിവേചിക്കുന്നറിയാം. ഇവനെക്കുറിച്ച് ദൈവത്തിന് വേറെ പദ്ധതിയാ. ശുശ്രൂഷ തീർന്നിട്ടില്ല.
മരിക്കത്തില്ലെന്നല്ല, ശുശ്രൂഷ തീർന്നിട്ടില്ല. ഹസയേലിനെ അഭിഷേകം ചെയ്യണം, യേഹുവിനെ അഭിഷേകം ചെയ്യണം, തനിക്ക് പകരം ഏലീശയെ അഭിഷേകം ചെയ്യണം. ശുശ്രൂഷയുടെ ബാക്കി കിടക്കുക. ഗ്ലോറി ടു ഗോഡ്. ചില ഇടങ്ങളിൽ, ചില സമയങ്ങളിൽ ദൈവത്തിന്റെ പൈതലെ ഒന്ന് തിരിച്ചറിഞ്ഞേ, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവമക്കളാ. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവമക്കളാ. ഹല്ലേലൂയ. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവമക്കളാ. ദൈവമക്കളായിട്ട് ദൈവത്തോടുള്ള ആ സമത്വം, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് നമ്മളെ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവരായിത്തീർന്ന് രക്തമുറ്റിത്തന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങി ദൈവവനെ എല്ലാ നാമത്തിനും മേലായി വെച്ച ഒരു പ്രാർത്ഥന ഞാൻ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു പ്രാർത്ഥന, ആ യേശു കർത്താവിൻ്റെ ഓമനകുമാരൻ്റെ പുത്രന്റെ പ്രാർത്ഥന. ഇവരാ പറയുന്നത് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു. പ്രാർത്ഥന എന്താണെന്നറിയാമോ? ഭയഭക്തി നിമിത്തം പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു. പ്രാർത്ഥന എന്താണെന്നറിയാമോ? കർത്താവേ, ഗതസമനയുടെ ഒരു പ്രാർത്ഥന, കർത്താവേ, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. എബ്രായ ലേഖനം പറയുന്നു, ഭയഭക്തി നിമിത്തം മറുപടി ലഭിക്കുകയും ചെയ്തു. ഏത് പ്രാർത്ഥനയ്ക്കാണ് മറുപടി കിട്ടിയത്? ഈ ഗതസമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമേ. അതിന് മറുപടി കിട്ടിയോ? അതിന് മറുപടി കിട്ടിയില്ല, അല്ലേ? സംശയമില്ല, ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല. ആ മറുപടി കിട്ടാതെ ആ വാക്ക് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ആ മറുപടി എന്താ എഴുതിയേക്കുന്നറിയാമോ? അതിൻ്റെ മറുപടി എന്താ എഴുതിയേക്കുന്നറിയാമോ? അത് എഴുതിയേക്കുന്നത്, മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്തിട്ട് അവൻ അപമാനം അലക്ഷ്യമാക്കി. ആ സന്തോഷം ഏതാണെന്നറിയാമോ? ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നതും. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവമക്കളാകുന്ന ലക്ഷക്കണക്കിന് ദൈവമക്കൾ ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്നത് മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തിട്ട് അപമാനം അലക്ഷ്യമാക്കി. അതുകൊണ്ട് എബ്രായലേഖനം 12:3 തൊട്ടുള്ള വാക്കിൽ പറയുന്നത്, രണ്ടാമത്തെ വാക്കിൽ പറയുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ ദൈവം നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെയുള്ള ഉപദ്രവം നേരിട്ടവനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. ഒന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മെ ഒന്ന് സമർപ്പിച്ചേ. ഹല്ലേലൂയ. അപ്പോൾ ആ പ്രാർത്ഥന ഏതായിരുന്നു അറിയാമോ? ഗതസമന തോട്ടത്തിലൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമേ. മറുപടി കിട്ടിയോ? ഇല്ല. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പം ആത്മാവ് മറ്റൊരു പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. ആത്മാവിലെ പ്രാർത്ഥന മറ്റൊന്ന. ഏലിയാവ് ജഡം കൊണ്ടൊന്ന് പ്രാർത്ഥിക്കുമ്പം ഏലിയാവിന്റെ ആത്മാവിലെ പ്രാർത്ഥന. പൗലോസ് അപ്പോസ്തലൻ ജഡം കൊണ്ട് പ്രാർത്ഥിച്ചു, ഇത് മാറിപ്പോകട്ടെ. ഏതാ? ഈ ശൂലം മാറിപ്പോകണം. ആത്മാവ് പ്രാർത്ഥിച്ചു, ഇല്ല, അത് കാരണമുണ്ട്. വെളിപ്പാടുകളുടെ ആധിക്യം തദ്ദികളിച്ചു പോകാതിരിക്കേണ്ടതിന് അതേ എൻ്റെ കൃപ നിനക്ക്. ദൈവമേ, ശൂലം മാറണ്ട, കൃപ മതി. ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞു, ഇല്ല, ഇവനെ ഇപ്പോൾ എടുക്കരുത്. ആത്മാവ് ഇവനെ എടുക്കരുത്, കാരണം ഇവനെ അഗ്നിമയങ്ങളായ രഥങ്ങളും കുതിരകളും കൊണ്ട് സ്വർഗത്തിൽ റെഡിയായിരിക്കാം. അതേല എടുക്കാനുള്ള ശുശ്രൂഷ തീർന്നിട്ടില്ല. യേശു കർത്താവിന്റെ പ്രാർത്ഥന അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന കർത്താവെ, കഴിയുമെങ്കിൽ പാനപാത്രം എങ്കിൽ നിൽക്കണമേ. ഇല്ല, പ്രാർത്ഥന കേട്ടിട്ടില്ല. അതിന്റെ രണ്ടാമത്തെ ഒരു ക്ലോസ് ഉണ്ട്. അതെന്താ അറിയാമോ? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. ഇതിന്റെ പേര് ആത്മാവിലെ പ്രാർത്ഥന. ഇതിന്റെ പേര ആത്മാവിൽ നടക്കുക എന്ന് പറയുന്നത്. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല ദൈവമേ, നിന്റെ ഇഷ്ടം പോലെ. ഹല്ലേലൂയ. വചനത്തിലേക്ക് ഒന്ന്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം പോലെ. അതാ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തിട്ട് അപമാനം അലക്ഷ്യമാക്കിയത്. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവമക്കളാ. അപ്പൊ പ്രിയരെ, എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടിയെന്ന് വരത്തില്ല. നീ ഒരു ദൈവത്തിലാണോ? പ്രാർത്ഥനകൾക്കെല്ലാം നീ ആഗ്രഹിക്കുന്ന മറുപടി കിട്ടിയെന്ന് വരത്തില്ല. പൗലോസെ കുഞ്ഞെ, കർത്താവ് പറയുന്നത്, നീ ആഗ്രഹിക്കുന്ന മറുപടി ശൂലം മാറാനാ. നീ ആഗ്രഹിക്കുന്ന മറുപടി ഇല്ല, പക്ഷെ ദൈവം തരുന്നൊരു മറുപടിയുണ്ട്. അത് നിന്റെ ആത്മാവിന്റെ ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയാ. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവമക്കളാകുന്നു. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവമക്കളാ. ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചേ. ഹല്ലേലൂയ. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നിങ്ങളെ സുഖിപ്പിക്കുന്ന, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന, കയ്യടിച്ച് അങ്ങ് ഉഭ്രവിപ്ലവമായി പറയുന്നൊരു മെസ്സേജ് ആയിരിക്കത്തില്ല. പക്ഷേ എന്നോടൊരു ദൈവാസി ഇങ്ങനെ പറഞ്ഞു, കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു, ഈ കയ്യടിച്ച ഉപരിവിപ്ലവമായ മെസ്സേജ് ആണെങ്കിൽ ആ മെസ്സേജിൻ്റെ പ്രത്യേകത അറിയുമ്പോൾ കയ്യടിക്കുമ്പം അത് തീർന്നു. കയ്യടിച്ച് ഉപരിവിപ്ലവമായി പറയുമ്പോൾ തീർന്നു. പക്ഷേ
വചനത്തിനകത്ത് നിന്ന് ആ ആത്മാവിനെ തൊടുന്നൊരു സന്ദേശമാണോ, അന്നേരം കൈയടിക്കത്തില്ല. ജീവിതത്തിൻ്റെ മേഖലകളിൽ, മരുഭൂമിയിൽ, വൈതരണികളിൽ കൈയടിച്ച് ജീവിതത്തിൻ്റെ വേദനയ്ക്കകത്ത് ഓവർകം ചെയ്യുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ടെന്ന് മനസ്സിലാക്കി ഓവർകം ചെയ്യുമ്പോൾ അന്നേരം കൈയടിച്ച് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക. ഈ വചനത്തിൻ്റെ പ്രത്യേകത അതാ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്വർഗീയ കർത്താവെ, ഞങ്ങൾ ആ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവ മക്കളാണ്. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവ മക്കളാണ്. ഇന്ന് ദൈവ മക്കളായി ദൈവകരങ്ങളിലേക്ക് ഈ ജനത്തെ, ഈ സന്ദേശം കേൾക്കുന്നവരെ, ഓൺലൈനായിട്ട് വാച്ച് ചെയ്യുന്ന സകലവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ആ പ്രാർത്ഥനാ വിഷയങ്ങളായി പറഞ്ഞിരിക്കുന്ന ആ 2 വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആ കുമ്പളാംപൊയ്ക ഷാരോൺ ചർച്ചിലെ ആ വ്യക്തി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവിക വിടുതൽ അനുഭവിക്കട്ടെ. ഖത്തറിലുള്ള ആ വ്യക്തി ഓർക്കുന്നു, കർത്താവിൻ്റെ വിടുതൽ അനുഭവിക്കട്ടെ. മാത്രമല്ല, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവ മക്കളാകുന്നു. ഞാൻ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഈ സന്ദേശം ആ കർത്താവെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് നടത്തുവാൻ, ജഡത്തെ കീഴടക്കി ദൈവാത്മാവ് എഴുന്നേറ്റ് വന്ന് ദൈവാത്മാവിൽ നയിക്കപ്പെടുവാൻ, നടത്തപ്പെടുവാൻ ആത്മാവിൽ ഞാൻ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ സ്വർഗത്തിൻ്റെ കൃപ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകല മാനവും മഹത്വത്തോട് എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം കേൾക്കുമ്പം ആ വാക്ക് മറക്കണ്ട. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവമക്കളാകുന്നു. ഈ ഒരു തലമുറയിൽ ദൈവമക്കളായി ജീവിക്കുവാൻ, ദൈവാത്മാവിനാൽ നടത്തപ്പെടുവാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപ കൂടിയിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഇതുപോലെ ഒരു അവസരം ഉണ്ടാക്കിയ പ്രാർത്ഥനാ ദുനിയുടെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.